ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോരെ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ വിചാരിക്കുന്നവരങ്ങനെ വിചാരിച്ചോട്ടെ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതായാലും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സാധനം നിങ്ങളെ കാണിക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം, ഇപ്പൊ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇപ്പൊ ഇതിന്റെ സീസൺ തന്നെയാണ്. അപ്പൊ ഏതായാലും ഞാൻ കാണിക്കാം കേട്ടോ. ഒന്ന് ഫോണിന്ന് താത്തി കാണിക്കാം. ഇതാണ് സുടു സുടു ചേമ്പ്. ചേമ്പ് കണ്ടല്ലേ, അടിപൊളിയല്ലേ? ഈ ക്യാമറയിൽ ആവി പറന്നിട്ട് എൻ്റെ ക്യാമറ ചെറുതായിട്ട് മങ്ങിന്ന് തോന്നുന്നു. അതൊന്നും സാരമില്ല, ഇരിക്കട്ടെ. അപ്പൊ ഈ സുടു ചേമ്പിന്റെ കൂടെ ഞാൻ വേറൊരു ഐറ്റവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഈ ചേമ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് എന്താ പറയാ, നമ്മുടെ വായ്ക്കകത്ത് ഇച്ചിരി ചൊറിച്ചിലൊക്കെ വരുമല്ലോ. ഇത് കഴിക്കുമ്പോൾ ഇച്ചിരി ചൊറിയുമൊക്കെ ചെയ്യും. ചേമ്പ് അങ്ങനെയാണ്, സ്വാഭാവികമായിട്ടും ഇച്ചിരി ചൊറിച്ചിലൊക്കെ വരും. അപ്പൊ ഞാൻ പണ്ട് മുതലേ ഈ ചൊറിയുമ്പം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ ചേമ്പ് കഴിക്കാനായിട്ട്. അപ്പം അമ്മയോട് പറയായിരുന്നു എനിക്ക് ഇഷ്ടമല്ല, ചേമ്പ് വേണ്ട. അപ്പൊ ഈ കാച്ചിലും ചേമ്പും ഒക്കെ ഒരുമിച്ചിട്ട് പുഴുങ്ങുമ്പോൾ കാച്ചിൽ മാത്രം തപ്പിപ്പിടിച്ച് കഴിക്കും. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഒരു നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാച്ചിലിനേക്കാളും ഇഷ്ടം പിന്നെ ഇതായി കേട്ടോ. കാരണം ഇത് ചൊറിയാതിരിക്കാൻ വേണ്ടി ഒരു പുതിയൊരു ഐറ്റം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പുതിയ ഐറ്റം ഒന്നല്ല കേട്ടോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കാം. ഈ ഐറ്റം ഇത് പുളിയും ഉള്ളിയും നല്ല കാന്താരി മുളകും കൂടെ ഉടച്ച്, നമ്മുടെ കാന്താരി മുളകും ഉള്ളിയും കൂടി ആദ്യം ഉടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. വാവ്, എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, നമ്മുടെ ചേമ്പ്, അതുപോലെ കാച്ചില്, കപ്പ, ചേന, ഇതൊക്കെ ഞങ്ങളുടെ ഇടുക്കിക്കാർക്ക് കുറച്ച് പ്രിയം കൂടുതലാണ്. അപ്പം ഏതായാലും ഞാൻ കഴിക്കുന്ന കാണിക്കാം. ഞാൻ ദേ പുളിയും മുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചേമ്പും എടുക്കുകയാണ്. ചേമ്പും എടുത്തിട്ട് ഇത് കണ്ടോ, ഇതിലങ്ങോട്ട് മുക്കിയിട്ട് ഇത് കണ്ടോ, ഇതിലിപ്പം എല്ലാം പാകത്തിനുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, ഇതെല്ലാം പാകത്തിനുണ്ട്. ഇത് ഞാൻ ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കഴിക്കുക തന്നെ ചെയ്യണം. ഇപ്പൊ തന്നെ ചേമ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഓടിപ്പോയി മേടിച്ചിട്ട്, നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ, ഓടിപ്പോയി മേടിച്ചിട്ട് ഇങ്ങനെ കാന്താരി മുളക് തന്നെ എടുക്കണം കേട്ടോ. കാന്താരി മുളകും പുളിയും ഉള്ളിയും കൂടെ മൂന്ന് സാധനവും കൂടെ നന്നായിട്ട് ഉടച്ചിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചോ. അടിപൊളിയാണ്, ഞാൻ ഗ്യാരണ്ടി. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും തന്നെ കഴിച്ചിട്ടുള്ളതുമാണ്. കേരളത്തിലെ എല്ലായിടത്തും ഇത് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലല്ല, എല്ലാ സംസ്ഥാനത്താണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും, ഇപ്പൊ അമേരിക്കയിൽ പോലും ചേമ്പൊക്കെ കിട്ടുന്നത് സുലഭമാണ്. ഇപ്പൊ എല്ലാ മാർക്കറ്റിലും ഇതൊക്കെ അവൈലബിൾ ആയ ഒരു സാധനമാണ്. ഇവിടെ നിന്നാണെങ്കിലും കയറിപ്പോകും. പണ്ടൊക്കെ ആയിരുന്നു കിട്ടാനൊക്കെ പാട്. ഇപ്പൊ എല്ലാ സാധനവും എല്ലായിടത്തും കിട്ടും. അപ്പോഴേ ഇത് വെച്ചോണ്ട് എനിക്ക് പറയാനുള്ള ആ ഒരു ക്ഷമയില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാനിത് മേടിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാല്, ഞാൻ പറഞ്ഞില്ലായിരുന്നു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ഞാൻ പോയായിരുന്നേ. അപ്പൊ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വായിക്കകത്തുനിന്ന് ഒരു സൈസ് നീരിങ്ങനെ വരില്ലേ, എൻ്റെ കൊതി തന്നെയാന്ന് തോന്നുന്നു. എന്നിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു മാർക്കറ്റിൽ കയറിയേ. അപ്പൊ മാർക്കറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടതാ. അപ്പൊ എനിക്ക് മേടിക്കണോ വേണ്ടയോ, എന്നാ പിന്നെ മേടിച്ചു. ഇവിടെ എൻ്റെ മക്കൾക്കും ചേട്ടായിക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല ഈ സാധനം. അപ്പൊ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ എനിക്ക് മടിയാ തരും. ഉണ്ടാക്കി അവർ കഴിക്കും, 1 or 2 വട്ടം കഴിക്കും. ഇവിടെയൊക്കെ നന്നായിട്ട് എരിവ് വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു കാന്താരി മുളകിന് നല്ല എരിവുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി മേടിച്ചോണ്ട് വന്നാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഇന്ന് വൈകിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ എടുത്ത് വീഡിയോ ഇടാം കേട്ടോ.
അപ്പം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടില് ഇത് എല്ലാവരുടെയും എടുത്ത് നാട്ടില് ചേമ്പെന്ന് തന്നെയാണോ പറയുന്നത്, ഇതിന് വേറെ വല്ല പേരും ഉണ്ടോ എന്നൊക്കെ എല്ലാവരും കാണുന്നവർക്ക് ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ആദ്യമായിട്ടല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.